ബ്രേക്കിംഗ്. ഇടുക്കിയിൽ 6ാം അംഗത്തിന് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കും. ഇടതുപക്ഷത്തിന് ജയം ഉറപ്പാണെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നാൽ ഇടുക്കി സീറ്റിനെ ചൊല്ലി UDF-ൽ തർക്കം തുടരുകയാണ്. സീറ്റ് വേണമെന്ന നിലപാടിൽ കോൺഗ്രസും വിട്ടു നൽകില്ലെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഉറച്ചു നിൽക്കുന്നു. നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം. ഇടുക്കി സീറ്റിൽ കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് എങ്കിൽ റോഷി അഗസ്റ്റിൻ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യവും അഭിപ്രായവും. കേരള കോൺഗ്രസ് പാർട്ടിയാണ് തൊടുപുഴയിൽ മത്സരിക്കുന്നത് എങ്കിൽ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കും. 5-ൽ 5 സീറ്റും പിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഉദ്ദേശവും ലക്ഷ്യവും. അതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഏതായാലും 6ാം അംഗത്തിന് റോഷി അഗസ്റ്റിൻ ഇറങ്ങുമ്പോൾ വലിയ വെല്ലുവിളികൾ ഉണ്ടാകില്ല എന്നാണോ കരുതേണ്ടത്? ഇടതുപക്ഷത്തിന് ജയം ഉറപ്പെന്ന ആത്മവിശ്വാസമുണ്ട്. UDF-ൽ എന്തെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്തണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി വേണം. പക്ഷെ അവിടെ തർക്കം രൂക്ഷമാണെന്നതാണ്. വിനീത, ഇടുക്കിയിൽ റോഷിക്ക് പകരം റോഷി മാത്രം എന്നതാണ് നിലവിലെ സാഹചര്യം. ഇതാണ് LDF-ന്റെ ഒരു വിലയിരുത്തലും. LDF-ന്റെ ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ഒന്നായി ഇടുക്കി മാറുകയാണ്. 2001 മുതൽ ഇടുക്കി മണ്ഡലത്തെ നയിക്കുന്നത് റോഷി അഗസ്റ്റിനാണ്. അതിപ്പോൾ 6ാം അംഗത്തിന് ഒരുങ്ങുമ്പോൾ റോഷി അഗസ്റ്റിൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി ഇടുക്കിയിലേക്ക് വേണ്ട എന്നതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തീരുമാനം. അതുകൂടാതെ LDF യോഗത്തിലുണ്ടായ പ്രധാനപ്പെട്ട തീരുമാനവും റോഷി അഗസ്റ്റിന് തന്നെയാണ് വിജയസാധ്യത. 5 തവണയുണ്ടായ വിജയം 6ാം തവണയും ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇനിയൊരു പ്രഖ്യാപനത്തിന്റെ ആവശ്യം മാത്രമാണ് റോഷി അഗസ്റ്റിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. അതിപ്പോൾ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജോസ് പറഞ്ഞതും അതുതന്നെയാണ്. അതേസമയം ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ മാത്രമാണ് ഒരു വെല്ലുവിളി ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ UDF-ൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. നേരത്തെ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ൽ നിന്നപ്പോഴും കേരള കോൺഗ്രസിനായിരുന്നു ആ സീറ്റ്. ഇപ്പോൾ ഇനിയുള്ള ഈ തവണയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തന്നെ ഇടുക്കിയിൽ മത്സരിക്കാനാണ് തീരുമാനം. അതിനിടയിലായിരുന്നു UDF ജില്ലാ ചെയർമാനായിട്ടുള്ള ജോയ് വിട്ടിക്കുഴി കോൺഗ്രസിന് ഈ സീറ്റ് വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. ഇതിപ്പോൾ കേരള കോൺഗ്രസ് തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറയുന്നു ആ സീറ്റ് ഒരിക്കലും കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മാത്രമാണ് റോഷിക്കെതിരെ ജയിക്കാനാകൂ എന്ന ഒരു വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇതിനോടകം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് 2 പേരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അതിലൊന്ന് UDF ജില്ലാ ചെയർമാനായിട്ടുള്ള ജോയ് വെട്ടിക്കുഴിയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ബിജോ മാണിയുമാണ്. കേരള കോൺഗ്രസ് പരിഗണിക്കുന്നത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ ജോസഫ് പ്രസിഡന്റായിട്ടുള്ള MJ ജേക്കബിനെയും M മോനിച്ചിനെയും നോബൽ ജോസഫിനെയുമാണ്. എന്താണെങ്കിലും ഈ തർക്കങ്ങൾ പരിഹരിച്ചാൽ മാത്രമാണ് UDF-ന് കാര്യമായ ഒരു വേരട്ടം അല്ലെങ്കിൽ കനത്ത മത്സരം ജില്ലയിൽ കാഴ്ചവെക്കാനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതൃത്വത്തെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം എന്നൊരു ആവശ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.